and then Gandhi came. ഇതിലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാഠം. It is a lesson by Jawaharlal Nehru. ഒന്നോടൊന്ന് നോക്കിയോ. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ സംയോജിതമായ കടന്നുവരവിനെ പറ്റിയാണ് ഇവിടെ നെഹ്റു പറയുന്നത്. When the country was in dire need, വളരെ അത്യാവശ്യത്തിലായിരുന്ന സമയത്ത് of such a leadership, Gandhiji was like a beam of light that removed the darkness. ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന പ്രകാശകിരണം ആണ് ഗാന്ധിജി. Jawaharlal Nehru makes a right assessment of Gandhiji in his Discovery of India. തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ നെഹ്റു നല്ലൊരു അസസ്മെന്റ് നടത്തുന്നു. ഈ ബയോഗ്രഫി അല്ലെങ്കിൽ ഈ എസ്സേയുടെ പ്രത്യേകത എന്താണെന്നറിയാലോ. ഒരു ഗ്രേറ്റ് മാൻ റൈറ്റിംഗ് അബൌട്ട് അനദർ ഗ്രേറ്റ് മാൻ. ഒരു മഹാനായ വ്യക്തി മറ്റൊരു മഹാനായ വ്യക്തിയെ പറ്റി എഴുതുന്ന ഒരു എസ്സേ എന്ന് പറയും. ആൻഡ് ദെൻ ഗാന്ധി came. And then Gandhi came. The title is dramatic. ഒരു നാടകീയത ആ ടൈറ്റിൽ തന്നെയുണ്ട്. പിന്നെയാണ് ഗാന്ധി വന്നത്. എങ്ങനെ തുടങ്ങുന്നു നോക്കാം. നെഹ്റു വേൾഡ് വാർ ഫസ്റ്റ് ended at last. വേൾഡ് വാർ ഫസ്റ്റ് ended at last. യുദ്ധം ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാം ലോകയുദ്ധം അവസാനിച്ചു. അപ്പോഴും ഒന്നാം ലോകയുദ്ധം അവസാനിച്ചു. ഒന്നാം ലോകയുദ്ധം അവസാനിച്ചു. അപ്പോഴും അതിനു മുമ്പേ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. Man is bellicose by nature. ജന്മന തന്നെ യുദ്ധക്കൊതിയനാണ് മനുഷ്യൻ അല്ലെ. കുരങ്ങിന്റെ രൂപത്തിൽ ഇരുന്നപ്പോ തന്നെ ഫ്രൂട്ട്സോ ഒക്കെ എടുത്തു വെച്ച് അടുത്ത കുരങ്ങിനെ എറിഞ്ഞു കാണും. പിന്നെ താഴെ വന്ന കുരങ്ങൾക്ക് എന്ത് കിട്ടി? കല്ലോ അതുപോലുള്ള സാധനങ്ങളോ എടുത്തെറിയാൻ പറ്റി. ഇപ്പൊ ബോംബൊക്കെ എടുത്തെറിയുന്നു. ഇങ്ങനെയുള്ളൂ. അപ്പോഴും ബെല്ലിക്കോസാണ്, വാർമോങ്കറി ആണ് മനുഷ്യൻ എന്ന് പറയും. എപ്പോഴും യുദ്ധക്കൊതിയാണ്. ഒരു വാർ എങ്ങനെയെങ്കിലും ഉണ്ടാവണം എന്നുള്ള ചിന്തയാണ് മിക്ക മനുഷ്യർക്കുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങൾ. എന്നാൽ ഇതെല്ലാം അവസാനിപ്പിക്കും. ഒരുപാട് ചെറിയ ചെറിയ യുദ്ധങ്ങളിലൂടെ കടന്നു വന്നു. ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു യുദ്ധം ചെയ്തു. അതാണ് ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ പറയാൻ കൊള്ളാവുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ലോകത്തെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും പാതയിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടിയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. പക്ഷേ പാരഡോക്സ് എന്താണെന്ന് ചോദിച്ചാൽ, വിപരീതാർത്ഥം എന്താണ് അല്ലെങ്കിൽ വിരോധാഭാസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സാധ്യതയായിരുന്നു. എന്തുകൊണ്ട് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായത് കൊണ്ടാണ്. കാരണം ഫസ്റ്റ് വേൾഡ് വാറിന്റെ ക്രൂരമായ സമാധാന സന്ധികളാണ് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വഴിവെച്ചത്. അപ്പോഴും നമ്മളൊരു കാര്യം പഠിച്ചു. ഈ ലോകം യുദ്ധത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. ഇന്നും യുദ്ധം നടക്കുന്നുണ്ട്, നാളെയും നടക്കും, യാതൊരു സംശയമില്ല. അപ്പോഴിവിടെ വേൾഡ് വാർ ഫസ്റ്റ് എൻഡേജ്. വേൾഡ് വാർ ഫസ്റ്റ് ഫ്രം 1914 to 1918. 14 മുതൽ 18 വരെയായിരുന്നു വേൾഡ് വാർ ഫസ്റ്റ്. വേൾഡ് വാർ ഫസ്റ്റ് ended at last. അത് തീർന്നു 1918. And the peace, instead of bringing us relief and progress, ആ സമാധാനം യുദ്ധം കഴിയുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമാണ്. യുദ്ധം എന്ന് പറയുന്ന അതിന്റെ ഭീകരത അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിഭീകരമായ അവസ്ഥയായിരിക്കും. റിലീഫ് ആൻഡ് പ്രോഗ്രസ്, ഒരല്പം ആശ്വാസം, പുരോഗതി കൊണ്ടുവരുന്നതിന് പകരം ബ്രോട്ടസ് റിപ്രസീവ് ലെജിസ്ലേഷൻസ്. എന്താണ് കൊണ്ടുവന്നത്? അടിച്ചമർത്തൽ നിയമങ്ങളായിരുന്നു. റിപ്രസീവ് ലെജിസ്ലേഷൻസ് ആയിരുന്നു. റിപ്രസീവ് ലെജിസ്ലേഷൻസ്. അപ്പോഴേ എത്രമാത്രം അടിച്ചമർത്തുന്ന നിയമങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ വളരെ ക്രൂരമായിരുന്നു. ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില സംഭവങ്ങൾ, അതിനുശേഷം ഇന്ത്യക്കാരെ ക്രീപ്പിംഗ് ലോ ഫോർ എക്സാമ്പിൾ, അത്രത്തോളം അടിച്ചമർത്തൽ ക്രീപ്പിംഗ് ലോ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ അർത്ഥം, അതായത് മെയിൻ ജംഗ്ഷനുകളിലൂടെ ഇന്ത്യക്കാർക്ക് നൂന്ന് നടക്കാൻ പാടില്ല. അവർ ഇഴഞ്ഞു പോകണം. മുട്ടിൽ ഇഴഞ്ഞു മാത്രമേ റോഡ് ക്രോസ് ചെയ്യാവൂ ഇന്ത്യക്കാരാണെങ്കിൽ. ബ്രിട്ടീഷുകാർ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ വിദേശികൾക്കൊന്നും കുഴപ്പമില്ല. ഇതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് us relief and progress, brought us repressive legislation and martial law. പട്ടാള നിയമം, മാർഷ്യൽ ലോ ഇൻ ദ പഞ്ചാബ്. പഞ്ചാബ് പ്രവിശ്യയിൽ മൊത്തം, പഞ്ചാബ് പ്രവിശ്യയിലും മറ്റുമൊക്കെ തന്നെ എന്തുണ്ടാവുകയായിരുന്നു? ആ ബിറ്റർ ലോസ്, മാർഷ്യൽ ലോസ്. മാർഷ്യൽ ലാസ്, പട്ടാള നിയമമാണ് അടിച്ചേൽപ്പിച്ചത്. ഇപ്പോഴും സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാബിന്റെ റോൾ അറിയാമല്ലോ, വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോഴവിടെയൊക്കെ തന്നെ കാജി നിയമങ്ങൾ, എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ, അങ്ങേറ്റത്തെ ഹ്യൂമിലിയേഷൻ, നാണക്കേട്.
ആൻഡ് എ പാഷനേറ്റ് ആംഗർ, വികാരപരമായ ദേഷ്യം ഫീൽഡ് അവർ പീപ്പിൾ, നമ്മളുടെ ആൾക്കാരിൽ നിറഞ്ഞു. അപ്പോഴ് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ജാലിയൻവാലാബാഗ് ഇൻസിഡന്റ് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഫസ്റ്റ് വേൾഡ് വാർ അങ്ങോട്ട് തീർന്നു. നാണക്കേട്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴെങ്കിലും നമുക്കൊരല്പം സ്വാതന്ത്ര്യവും ആശ്വാസവും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സത്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. കൂടുതൽ കരി നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഒരുമാതിരി അങ്ങേറ്റത്തെ നാണക്കേടിലും ദേഷ്യത്തിലുമായി ഇന്ത്യക്കാർ, who had become a derelict nation. derelict, not cared for. ചോദിക്കാൻ ആരുമില്ല. എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. derelict nation. എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. Yet what could we do? എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴ് എന്ത് തോന്നിയതുപോലെ ചെയ്യും ഭരിക്കുന്നവർ തോന്നിയതുപോലെ ചെയ്യും. ചോദിക്കാൻ ആളില്ല, ഒന്നും ചോദിക്കാൻ പറ്റുകയില്ല. ചോദിച്ചാൽ പിടിച്ചാകട്ടെ. ഈ അവസ്ഥ. derelict nation. Yet what could we do? How to change this vicious process? ഈ ദ്രോഹബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രോസസ് എങ്ങനെ മാറ്റാൻ പറ്റും? നാണക്കേടിന്റെ അങ്ങേയറ്റം. ലോസ് ലൈക്ക് മാർഷ്യൽ ലോസ്, ഭീകരമായ നിയമങ്ങൾ, ക്രീപ്പിംഗ് ലോ പോലുള്ള റോഡിലൂടെ ഇഴഞ്ഞേ പോകാവൂ, നൂന്ന് നടക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉള്ള നിയമങ്ങൾ, നാണക്കേടും ഒക്കെ അങ്ങേയറ്റമായി. വാട്ട് കുഡ് വി ഡു? ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്? വി സീംഡ് ടു ബി ഹെൽപ്ലെസ്. നമ്മൾ നിസ്സഹായ അവസ്ഥയിലായി. ഹെൽപ്ലെസ്. ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ. ഇൻ ദ ഗ്രിപ്പ്, in the clutches of പിടി, clutches of some all powerful monster. ഒരു ശക്തിയുള്ള ഒരു ഭീകര ജീവിയുടെ വായിലകപ്പെട്ട അല്ലെങ്കിൽ കയ്യിലകപ്പെട്ടതുപോലെയായി. our limbs were paralyzed. നമ്മളുടെ ലിംസ് ഓർഗൻസ് were paralyzed. കൈകാലുകളൊക്കെ തളർന്നു. our minds deadened. മനസ്സ് മരവിച്ചു. ഈ അവസ്ഥയായിരുന്നു. ഒരു മോൺസ്റ്ററിന്റെ കയ്യിൽ, ഒരു ഭീകരജീവി അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കടുവയോ സിംഹമോ, കടുവയും കാണാം, കടുവയുടെ കയ്യിലകപ്പെട്ടു പോകുന്ന, വായിലകപ്പെട്ടു പോകുന്ന മനുഷ്യൻ. ഒരു മനുഷ്യനെയൊക്കെ കിട്ടിയാൽ കടുവ എന്ത് ചെയ്യുന്നു? അതിന്റെ കഴുത്തിൽ, മനുഷ്യന്റെ കഴുത്തിൽ ഇങ്ങനെ ഒന്ന് പിടിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്ന കാണാം. മനുഷ്യനാകട്ടെ ഇങ്ങനെ വടി പോലെ നിൽക്കും. ഒന്ന് പ്രതിഷേധിക്കത്ത പോലുമില്ല. കാരണം എന്താണ്? ഒരു ഹെൽപ്ലെസ് അവസ്ഥയായി പോകും. മനസ്സങ്ങ് മരവിച്ചു പോകും. നമ്മൾ എപ്പോഴാണ് പ്രതിഷേധിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സ് മരവിക്കാത്ത അവസ്ഥയിലാണ്. രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ്. അപ്പോഴേ രക്ഷപ്പെടാൻ ഒരു ചാൻസ് പോലും ഇല്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഒരു തരം ഒരു മരവിപ്പാണ്. പിന്നെ കൈയും കാലും ഒന്നും അനങ്ങത്തില്ല നമ്മൾ വിചാരിച്ചാലും. അവർ limbs were paralyzed. അവർ minds deadened. മനസ്സ് മരവിച്ചു. large numbers of people cut off from the land. അനവധി ആൾക്കാർ cut off from the land and incapable of any kind of manual or technical work. ഒരു കഴിവുമില്ല. ഒരുപാട് ആൾക്കാർ incapable of any kind of manual or technical work. മാനുവലായിട്ടുള്ള വർക്ക് കായികാധ്വാനം ഉപയോഗിച്ചുള്ള വർക്ക്, ടെക്നിക്കൽ വർക്ക് ബ്രെയിൻ വർക്ക്, സാങ്കേതികമായിട്ടുള്ള വർക്കുകളും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. or technical work join ചെയ്യുകയാണ്. the swelling army, swelling enlarging, കൂടിക്കൊണ്ടിരിക്കുന്ന army of the unemployed, തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിന്റെ കൂടെ ഇവരും കൂടെ കൂടി. അതായത് വേൾഡ് വാർ വന്നു. ഇന്ത്യക്കാരെ കുറെ പേരെ പട്ടാളത്തിലെടുത്തു. പട്ടാളത്തിലെടുക്കാന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയല്ല. ഇന്ന് പട്ടാളത്തിലെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സേഫ്റ്റി ഒക്കെയാണ്. ഇന്ന് നല്ല സാലറി കിട്ടുന്നു. അത് മാത്രമല്ല, പിന്നെ അത് സ്ഥിര ജോലിയാണ്. പണ്ട് അങ്ങനെയല്ല. യുദ്ധം ഉണ്ടാകുമ്പോൾ പട്ടാളത്തിലേക്ക് എടുക്കും. ആൾക്കാരെ മിക്കവാറും ഓടിച്ചിട്ട് പിടിച്ചോണ്ടാണ് പോവുക പട്ടാളത്തിലെടുക്കാനായിട്ട്. ഇന്ന് പട്ടാളത്തിൽ ചേരാൻ വേണ്ടി ആൾക്കാർ ഓടുമ്പോൾ പണ്ട് പട്ടാളത്തിൽ ചേരാതിരിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ട ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അന്ന് യുദ്ധം വരുമ്പോഴാണ് പട്ടാളത്തിൽ ചേർക്കുക. മിക്കവാറും പട്ടാളക്കാരുടെ ഗതി എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ പോലുള്ള യുദ്ധങ്ങളായിരുന്നില്ലല്ലോ. പണ്ട് നേർക്ക് നേരുള്ള യുദ്ധമാണ് കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടും എപ്പോഴും എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാവുന്നു. ഇപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിലും അംഗവൈകല്യങ്ങൾ ഉണ്ടായി. പട്ടാളക്കാർ മൊത്തം തിരിച്ചു വന്നു. ഈ അംഗവൈകല്യം ഉണ്ടാകുന്ന പട്ടാളക്കാരെ അപ്പോഴും തന്നെ പിരിച്ചു വിടുകയാണ് പട്ടാളത്തിൽ നിന്ന്. അവർക്ക് ഒരു ആനുകൂല്യവും കൊടുക്കാറില്ല. ഇന്നത്തെ പോലെ അല്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്.
മരണപ്പെട്ടാൽ അതിന് പ്രതിഫലം അല്ലെങ്കിൽ തുകയൊക്കെ ഇൻഷുറൻസോ അങ്ങനെ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ആനുകൂല്യവുമില്ല. കുറെ പേര് മരണപ്പെട്ടു, പട്ടാളത്തിൽ പോയവര്, കുറെ പേര് കൈകാലുകളില്ലാതെ തിരിച്ചു വന്നു. ആർമി ഓഫ് അൺഎംപ്ലോയിഡ് അവരെവിടെയാണ് വന്ന് ചേരുന്നത്? ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ്, തൊഴിലില്ലാത്തവരോടൊപ്പം. ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്, നിസ്സഹായാവസ്ഥ. ഹോപ്പ്ലെസ്, പ്രതീക്ഷയ്ക്ക് വകയില്ല. sank ever deeper into the morass. Morass എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ, സങ്കീർണ അവസ്ഥ. ആ സങ്കീർണ അവസ്ഥയിലായി അവർ. They did not know where to look. ആർക്കും അറിയത്തില്ല എങ്ങോട്ട് നോക്കണമെന്ന്. For neither the old, പഴയ കാലമോ, nor the new offered them any hope. ഇന്നലകളിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല, നാളെയും പ്രതീക്ഷയ്ക്ക് വകയില്ല. ഈ അവസ്ഥയായിരുന്നു. അപ്പോഴേ ഗാന്ധിജി വരുന്ന സമയത്ത് ഉള്ള ഇന്ത്യയുടെ അവസ്ഥയാണ് നെഹ്റു ആദ്യത്തെ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഇപ്പൊ 2 പാരഗ്രാഫിലായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ഇറ്റ് വാസ് വെൻ ദ ഫസ്റ്റ് വേൾഡ് വാർ കെയിം ടു ആൻ എൻഡ് ദാറ്റ് ഗാന്ധി കെയിം. ഗാന്ധി വന്നത് 1ാം ലോക യുദ്ധത്തിന് ശേഷമായിരുന്നു. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ വാസ് മോർ ദാൻ പാത്തറ്റിക്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയത, അങ്ങേയറ്റം ദയനീയമായിരുന്നു. The people who lost legs or arms and things like that returned and joined the swelling army of the unemployed. കയ്യും കാലും ഒക്കെ പോയി ഒന്നിനും കൊള്ളാത്ത ആൾക്കാരായിട്ട് മാറി. പട്ടാളത്തിൽ നിന്ന് മുറിവുകളേറ്റ് അംഗവൈകല്യമുണ്ടായി ഒന്നിനും കൊള്ളാത്തവരായിട്ട് തിരിച്ചു വന്ന് അവരെന്ത് ചെയ്തു? തൊഴിലില്ലാത്തവരുടെ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി മാത്രം. അവരെ കൊണ്ടൊരു വർക്കിനും പറ്റുകയില്ല. അങ്ങനെ ഇന്ത്യയുടെ അവസ്ഥ തികച്ചും ദാരുണം. ഒരു ഭാഗത്ത്, ഈ മറുഭാഗത്ത് എന്താണ്? കൂടുതൽ കൂടുതൽ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ല. നാണക്കേടാണ് ഇന്ത്യക്കാർക്ക്. അപ്പോൾ ഈ ഒരവസ്ഥയായിരുന്നു. പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. എന്താണ് ഇന്ത്യക്കാരന്റെ അവസ്ഥ? ഒരു കടുവയുടെ വായിലകപ്പെട്ടു പോയ ഒരു ആട്ടിൻകുട്ടിയെ പോലെ. ഡെഡൻസ്, മനസ്സൊക്കെ മരവിച്ച്, കൈകാലുകളൊക്കെ തളർന്നു. ഇതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. ഒരു ഭീകരജീവി ഇന്ത്യയാകുന്ന വ്യക്തിയുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്നു. ആ മർമ്മത്തുള്ള പിടി കാരണം ഇന്ത്യയാകുന്ന വ്യക്തി എന്ത് ചെയ്തിരിക്കുന്നു? കൈകാലുകളൊക്കെ ഇങ്ങനെ നിവർത്തി, അതായത് പാരലൈസ്ഡ് ആയിട്ട് അനക്കാൻ പറ്റാത്ത അവസ്ഥയെ. ഇതായിരുന്നു. ഇതാണ് നെഹ്റു നല്ലൊരു എഴുത്തുകാരനുമായിരുന്നു. ഒരു പക്ഷേ പ്രധാനമന്ത്രിയായിട്ട് വന്നില്ലായിരുന്നിരുന്നു എങ്കിൽ നല്ല ലോകത്തിന്റെ നല്ലൊരു സാഹിത്യകാരനായിട്ട് നമ്മൾ അറിയപ്പെടുമായിരുന്നു. ന്യൂ ഒഫേർഡ് ദം എനി ഹോപ്പ്. വാട്ട് കുഡ് വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് കോക്മെയർ ഓഫ് പോവർട്ടി? വാട്ട് കുഡ് വി ഡു? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് കോക്മെയർ? കൺഫ്യൂഷൻ, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ, ഈ സങ്കീർണ അവസ്ഥ. ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം, പരാജയം, അതോടൊപ്പം തന്നെ പോവർട്ടി, ദാരിദ്ര്യത്തിലും പരാജയത്തിലും കഴിയുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെന്റ്, ആഗണി ആൻഡ് സസ്പെൻസ്. നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെന്റ്, കുറച്ച് വർഷത്തെ ആവേശം, agony, മനോവേദന, മെന്റൽ പെയിൻ, സസ്പെൻസ്, ഉദ്യോഗജനകത്വം. ബട്ട് ഫോർ ലോങ് ജനറേഷൻസ് അവർ പീപ്പിൾ ഹാഡ് ഒഫേഡ്. തലമുറകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒഫേഡ് their blood and toil, അവരുടെ രക്തവും വിയർപ്പും. ബ്ലഡ് ആൻഡ് ടോയിൽ, അവരുടെ രക്തം, അതോടൊപ്പം ഹാർഡ് വർക്ക്. ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്, കണ്ണീരും വിയർപ്പും എല്ലാം കൊടുക്കുന്നു. എല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. തിരിച്ചൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു ഇന്ത്യക്കാർ, പക്ഷെ നമുക്ക് ഒരു ഗുണവുമില്ല. And this process had eaten its way deep into the body and soul of India. ഈ പ്രോസസ് had eaten its way deep into the body and soul of India, poisoning every aspect of our life. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്ടുകളെയും പോയിസൺ ചെയ്തുകൊണ്ടിരിക്കുക, നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. And then Gandhi came. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാക്ക്ഗ്രൗണ്ട്സ്, ആ പശ്ചാത്തലമാണ്. വെൻ ഗാന്ധി കെയിം, എപ്പോഴാണ് ഗാന്ധി വന്നത്? നെഹ്റു പറയുന്നു ആൻഡ് ദെൻ ഗാന്ധി കെയിം. അപ്പോഴെപ്പോഴായിരുന്നു വന്നത്? ഇറ്റ് വാസ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ.
After the First World War, the condition of India was more than pathetic. ദയനീയതയേക്കാൾ മോശം എന്ന് പറയാം, ഏറ്റവും ദയനീയമായിരുന്നു. What was the condition of India then? Jawaharlal Nehru describes figuratively and in beautiful language. We are just like a meek animal. We are just like a helpless animal in the mouth of a monster. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭീകര ജീവിയുടെ വായിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു നിസ്സഹായമായ ഒരു മാൻപേടയെ പോലെയായിരുന്നു. പാരലൈസ്ഡ്, തളർന്ന് കിടക്കുന്ന, ഒന്നിനും കഴിവില്ലാതെ കിടക്കുന്ന. ഫസ്റ്റ് വേൾഡ് വാർ അങ്ങോട്ട് കഴിഞ്ഞു. ഒരുപാട് ഇന്ത്യൻ പട്ടാളക്കാർ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരെ പട്ടാളത്തിലെടുത്തു. കൈകാലുകളില്ലാതെ, ഒരുപാട് അസുഖങ്ങളും മറ്റുമൊക്കെ ആയിട്ട്, ഒന്നിനും കൊള്ളാത്തവരായിട്ട് ഇവിടെ വന്നു ചേർന്നു. അവരും കഷ്ടതയുടെ അങ്ങേയറ്റമായിരുന്നു. മറുഭാഗത്താകട്ടെ കൂടുതൽ പട്ടാള നിയമങ്ങൾ, കാര്യനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. നാണക്കേടിന്റെയും ഒക്കെ കാലഘട്ടമായിരുന്നു അത്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത കാലഘട്ടം. ഇതായിരുന്നു ആ കാലഘട്ടം. നമ്മളെല്ലാം അങ്ങോട്ട് കൊടുക്കുന്നു, പക്ഷെ നമുക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. ഈ ഒരവസ്ഥ. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഈ സമയത്തായിരുന്നു ഗാന്ധിജിയുടെ വരവ്. എന്ന് പറഞ്ഞാൽ അതർത്ഥം ഗാന്ധിജി കെയിം ഇൻ ടു ദ പൊളിറ്റിക്കൽ സിനേറിയോ. രാഷ്ട്രീയ രീതിയിലേക്കുള്ള ഗാന്ധിജിയുടെ വരവ്. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. സത്യത്തിൽ ഗാന്ധി എന്നതുപോലെയായിരുന്നു പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ, ശുദ്ധവായുവിന്റെ പ്രവാഹം പോലെ. ഇപ്പോൾ ശുദ്ധവായു ശ്വസിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓക്സിജനൊക്കെ കൊടുക്കുന്നതല്ലേ, ആ ഓക്സിജനാണ് നിങ്ങളുടെ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ശുദ്ധവായു അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക സുഖം, ഒരു പ്രത്യേക അനുഭവമാണത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സുഖം കിട്ടും ആ ശുദ്ധവായു. അപ്പോൾ ഗാന്ധിജി ഏതുപോലെയായിരുന്നു? ശുദ്ധവായു പോലെയായിരുന്നു. അതായത് മലിനപ്പെട്ട വായു ശ്വസിച്ച് അസുഖം പിടിച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് പോലും ശുദ്ധവായു കിട്ടുമ്പോൾ എന്തുമാത്രം ഒരു ഉണർവ് കിട്ടും. അതുപോലെയായിരുന്നു ഗാന്ധിജി വന്നപ്പോ ഇന്ത്യക്കാരുടെ ഉണർവ്. പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് us stretch ourselves and take deep breaths, like a beam of light that pierces the darkness. Like a beam, ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്നു ഇന്ത്യക്കാർ. ശുദ്ധവായുവില്ലാതെ പ്രവർത്തിക്കാൻ പോലും കഴിവില്ലാത്തവരെ പോലെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു ഇന്ത്യക്കാർ. അവരുടെ മുമ്പിൽ ഗാന്ധിജി ശുദ്ധവായുവിന്റെ പ്രവാഹമായിട്ട് വന്നു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യക്കാർ. They were groping in the darkness. അവരുടെ മുമ്പിൽ ഗാന്ധിജി വെളിച്ചമായി. Like a beam of light that pierces the darkness. പ്രകാശകിരണം, pierced, തുളച്ചു കയറുക, ഇരുട്ടിനെ തുളച്ചു കയറുന്ന. And removed the scales from our eyes. Removed the scales, removed the scales from our eyes. Scale, ചിദംബരം പോലെയുള്ളത്, അതായത് കാറ്ററാക്ട്, തിമിരം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴേ കണ്ണിലെ പാട, തിമിരമുള്ളവർക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴാ തിമിരത്തെ, ആ പാടയെ എടുത്തു മാറ്റിയ വ്യക്തിയായിരുന്നു ഗാന്ധിജി. പലർക്കും നല്ലതുപോലെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോഴും നമ്മൾ പലതും കാണുന്നില്ല. എല്ലാവർക്കും തിമിരം കരുടൽ. അപ്പോഴ് തിമിരം അതിനെ ഇല്ലാതാക്കി. സ്കെയിൽസ് ഫ്രം അവർ ഐസ്. അതായിരുന്നു ഗാന്ധിജി. അപ്പോഴും ഗാന്ധിജിയെ നെഹ്റു ഉപമിക്കുന്നത് ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ. ശുദ്ധവായുവിന്റെ പ്രവാഹം പോലെയായിരുന്നു ഗാന്ധിജി. പിന്നെന്തുപോലെ? പ്രകാശ കിരണമായിരുന്നു ഗാന്ധിജി. നമ്മളുടെ കണ്ണിലെ ആ കരട് അല്ലെങ്കിൽ കണ്ണിലെ പാട അത് എടുത്തു മാറ്റി എല്ലാം നല്ലതുപോലെ കാണാൻ പറ്റുന്ന രീതിയിൽ ആക്കി തന്ന വ്യക്തിയായിരുന്നു ഗാന്ധിജി. ജസ്റ്റ് ലൈക്ക് ദ സ്പെക്ടക്കിൾസ്, many things. Remove the scales from our eyes, like a whirlwind that upset many things. ഒരു whirlwind, ഒരു ചുഴലിക്കാറ്റ് പോലെ, എല്ലാത്തിനെയും തകർക്കുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെ ആയിരുന്നു ഗാന്ധിജി. ഇപ്പൊ നെഹ്റുവിന്റെ ആ കമ്പാരിസൺസ് ഒക്കെ ആപ്റ്റാണ്. നല്ലൊരു എഴുത്തുകാരനെ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റൂ. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. കൂടുതലായിട്ട് ഗാന്ധി പ്രവർത്തിച്ചത് എവിടെയായിരുന്നു? മനുഷ്യ മനസ്സുകളിലായിരുന്നു. He did not descend from the top. എന്തായിരുന്നു ഗാന്ധിയുടെ പ്രത്യേകത? He did not descend from the top. നിങ്ങൾ കേട്ടില്ലേ നൂല് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നൊക്കെ?
കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയും. അതായത് എന്താണ് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലൊക്കാലിറ്റിയുമായിട്ട് ബന്ധമില്ലാതെ മറ്റെന്തെങ്കിലും സ്വാധീനത്താൽ പെട്ടെന്ന് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വ്യക്തികളെയാണ് അങ്ങനെ പറയുന്നത്. ഗാന്ധിജി ഇങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഹി വാസ് വൺ എമംഗ് ദ പുവർ, ഹി വാസ് വൺ എമംഗ് ദ പീപ്പിൾ. ആൾക്കാരിൽ ഒരാളായിരുന്നു ഗാന്ധിജി. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി വന്ന് ഞാനാണ് ഇന്നയാള്, നിങ്ങളെല്ലാം എനിക്ക് വോട്ട് ചെയ്യണം, ഞാനാണ് നിങ്ങളുടെ നേതാവാകാൻ പോകുന്ന വ്യക്തി, ഇങ്ങനെ പറഞ്ഞ വ്യക്തിയല്ല ഗാന്ധിജി. ഗാന്ധിജി വാസ് വൺ എമംഗ് ദ പുവർ. ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്. മുകളിൽ നിന്നിങ്ങനെ കെട്ടിയിറക്കപ്പെട്ട വ്യക്തിയായിരുന്നില്ല. He seemed to emerge from millions of India. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു ഗാന്ധിജി. സ്പീക്കിംഗ് their language. അവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളായിരുന്നു. He seemed to emerge from millions of India speaking their language. It was after the First World War that Gandhi came to the political scenario. ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമാണ്. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമുള്ള അവസ്ഥയെ പറ്റി നെഹ്റു നമുക്കൊന്ന് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് ആലങ്കാരിക ഭാഷയിൽ നെഹ്റു പറഞ്ഞു, ഒരു ഭീകര ജീവിയുടെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ആട്ടിൻകുട്ടിയോ മാൻപേടയോ പോലെയായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോഴത്ര ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യക്കാർക്ക്. ഈ സമയത്തായിരുന്നു ഗാന്ധിജിയുടെ വരവ്. ഗാന്ധിജി എന്താണ്? ഇരുട്ടിൽ തപ്പിത്തടയുന്ന നമുക്ക് വെളിച്ചമായി വന്നു. ശ്വസിക്കാൻ മാർഗമില്ലാതിരിക്കുന്നവരുടെ മുമ്പിൽ ശുദ്ധവായുവിനെ പോലെ വന്നു. നമ്മളിൽ ഒരാളായിരുന്നു ഗാന്ധിജി.